വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും അശ്ലോക് യൂണിവേഴ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് അഗ്നിഹോത്രി കുടുംബം. നിരഞ്ജൻ അഗ്നിഹോത്രിയുടെ അധികാരവും അശോകിന്റെ വാശിയും ആശയുടെ അതിജീവനവുമൊക്കെ നമ്മളെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൗനം സമ്മതം 2 എന്ന ആ ഐക്കോണിക് സീരിയലിന്റെ സമ്പൂർണ്ണ കഥയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സിനിമ കാണുന്ന ത്രില്ലോടെ തന്നെ നമുക്കിത് ആസ്വദിക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അഗ്നിഹോത്രി കുടുംബത്തിന്റെ അധികാരിയായ നിരഞ്ജൻ അഗ്നിഹോത്രിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. പുറം ലോകത്തിന് അദ്ദേഹം എല്ലാ നന്മകളുടെയും പ്രതീകമായ ഒരു ദൈവതുല്യനാണ്. എന്നാൽ തന്റെ വീടിനുള്ളിൽ അദ്ദേഹം തികഞ്ഞ ഒരു ഏകാധിപതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും തന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് വാശിയുള്ള നിരഞ്ജൻ സ്വന്തം ഭാര്യ അഞ്ജലിയെപ്പോലും ഒരു യന്ത്രത്തെപ്പോലെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കിനപ്പുറം ആ വീട്ടിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അഞ്ജലി അഗ്നിഹോത്രി എന്ന കഥാപാത്രം ആ വീട്ടിലെ നിശബ്ദമായ സഹനത്തിന്റെ അടയാളമായിരുന്നു. ഭർത്താവിനോടുള്ള ഭയം കാരണം സ്വന്തം അഭിപ്രായങ്ങൾ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. എന്നാൽ തന്റെ മക്കളായ അശോകിനെയും ജ്യോതിയെയും അവർ ജീവന തുല്യം സ്നേഹിച്ചു. നിരഞ്ജന്റെ ക്രൂരതകൾക്ക് മുൻപിൽ പലപ്പോഴും മക്കൾക്ക് വേണ്ടി അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അഞ്ജലിയുടെ ഈ നിസ്സഹായാവസ്ഥയാണ് പിൽക്കാലത്ത് അശോകിന്റെ സ്വഭാവത്തെ മാറ്റിയെടുത്തത്. ഈ കഥയുടെ നായകൻ അശോക് അഗ്നിഹോത്രി തന്റെ അച്ഛന്റെ അന്ധമായ അനുഭാവിയായിരുന്നു. സ്ത്രീകൾ വെറും ബലഹീനതയാണെന്നും പ്രണയവും സ്നേഹവും മനുഷ്യനെ തളർത്തുമെന്നും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അയാൾ. തന്റെ അമ്മയുടെ ദുരവസ്ഥയ്ക്ക് കാരണം അവളുടെ തന്നെ ബലഹീനതയാണെന്ന് തെറ്റിദ്ധരിച്ച അശോക് സ്നേഹത്തെ വെറുക്കാൻ പഠിച്ചു. അഹങ്കാരിയും ദേഷ്യക്കാരനുമായ അശോകിന്റെ ജീവിതത്തിലേക്ക് ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആശ എന്ന പെൺകുട്ടി കടന്നുവരുന്നത്. ആശ വളരെ ധൈര്യശാലിയും സത്യസന്ധയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അശോകിന്റെയും ആശയുടെയും പ്രണയകഥയുടെ തുടക്കം തന്നെ വളരെ നാടകീയമായിരുന്നു. അഹങ്കാരിയായ ഒരു ബിസിനസ്സുകാരനായിരുന്ന അശോക് അഗ്നിഹോത്രിയും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരിയായ ആശയും തമ്മിൽ ഒരു പരിപാടിക്കിടയിലുണ്ടായ തർക്കമാണ് എല്ലാറ്റിനും കാരണമായത്. അശോക് തെറ്റുകാരനാണെന്ന് തെളിയിക്കാൻ ആശ ശ്രമിച്ചതോടെ തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ അശോക് അവളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. അവളുടെ ജീവിതം തകർക്കുമെന്ന വാശിയോടെയാണ് അയാൾ തന്റെ ചടുലമായ നീക്കങ്ങൾ തുടങ്ങിയത്. ആശയോട് പ്രതികാരം ചെയ്യാനായി അശോക് തെരഞ്ഞെടുത്തത് പ്രണയം എന്ന മാർഗമായിരുന്നു. അതുവരെ അഹങ്കാരിയായിരുന്ന അശോക് പെട്ടെന്നൊരു മാന്യനായും സ്നേഹനിധിയായും മാറുന്നത് കണ്ട് ആശ അതിശയിച്ചു. തനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് അയാൾ വരുത്തി തീർത്തു. ഓരോ സന്ദർഭത്തിലും അവളെ സഹായിച്ചും ആശ്വാസം നൽകിയും അശോക് അവളുടെ മനസ്സ് കീഴടക്കി. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്ന് പാവം ആശ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആശയെ സംബന്ധിച്ചിടത്തോളം അശോകിനോടുള്ള അവളുടെ പ്രണയം വളരെ സത്യസന്ധമായിരുന്നു. പരുക്കനായ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നല്ല ഹൃദയമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അശോക് കാണിച്ച ഓരോ അഭിനയത്തെയും അവൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അയാളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ചെയ്തു. തന്റെ പ്രണയത്തിലൂടെ അശോകിനെ മാറ്റിയെടുക്കാം എന്ന വലിയ സ്വപ്നമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. വിവാഹത്തിലേക്കെത്താൻ അശോക് തന്റെ സ്വാധീനം പരമാവധി ഉപയോഗിച്ചു. ആശയുടെ അച്ഛനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അയാൾ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. എന്നാൽ അപ്പോഴും അശോകിന് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ഒരു വലിയ ജീവിതം സ്വപ്നം കണ്ട് അഗ്നിഹോത്രി കുടുംബത്തിലേക്ക് പടികയറുകയും ചെയ്തു. ആരാധകർ ഒരിക്കലും മറക്കാത്ത ആ വിവാഹരാത്രിയായിരുന്നു കഥയിലെ വലിയ ട്വിസ്റ്റ്. വിവാഹശേഷം മനോഹരമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചിരുന്ന ആശയോട് അശോക് തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി. താൻ അവളെ വിവാഹം കഴിച്ചത് സ്നേഹം കൊണ്ടല്ലെന്നും തന്റെ ഈഗോയെ മുറിപ്പെടുത്തിയ അവളോട് പ്രതികാരം ചെയ്യാനാണെന്നും അയാൾ തുറന്നു പറഞ്ഞു. അന്നു രാത്രി കണ്ട സ്വപ്നങ്ങളൊക്കെയും ഒരു നാടകമായിരുന്നുവെന്ന് അശോക് വിളിച്ചു പറയുമ്പോൾ ആശയാകെ തകർന്നുപോയി. വിവാഹരാത്രിയിൽ തന്റെ പ്ലാനുകളെല്ലാം അശോക് ഒന്നൊന്നായി വിശദീകരിക്കുമ്പോൾ ആശയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. താൻ ജീവനേക്കാൾ സ്നേഹിച്ച പുരുഷൻ ഇത്രയും വലിയൊരു ചതിയനായിരുന്നോ എന്ന് അവൾ തേങ്ങി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ അവളുടെ ആയുസ്സിലെ ഏറ്റവും വലിയ ദുരന്തമാക്കി മാറ്റിയ അശോകിനോട് അവൾക്ക് വെറുപ്പ് തോന്നി. അന്നു രാത്രി അവൾ ഒഴുക്കിയ കണ്ണുനീർ ആ വീടിന്റെ ചുവരുകളെ പോലും വേദനിപ്പിക്കുന്നതായിരുന്നു. അവിടെ നിന്നാണ് അവർക്കിടയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അശോകിന്റെ വെറുപ്പിന് മുന്നിൽ കീഴടങ്ങാൻ ആശ തയ്യാറായിരുന്നില്ല. വിവാഹമോചനം നേടിപ്പോകുന്നതിന് പകരം ആ വീട്ടിൽ തന്നെ നിന്ന് അശോകിന്റെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. ഓരോ ദിവസവും അശോക് അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ ആത്മവിശ്വാസം തകർക്കാൻ അയാൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. എന്നാൽ വിചിത്രമായ കാര്യം, അശോക് തന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടും ആശയ്ക്ക് വീണ്ടും അശോകിനോട് സ്നേഹം തോന്നി തുടങ്ങി. അശോകിന്റെ ഉള്ളിലെ മുറിവേറ്റ ആ പഴയ കുട്ടിയെ അവൾ തിരിച്ചറിഞ്ഞു. തന്റെ അമ്മ അനുഭവിച്ച വേദനകളാണ് അശോകിനെ ഇത്രയും കഠിനഹൃദയനാക്കിയതെന്ന് അവൾ മനസ്സിലാക്കി. ആ തിരിച്ചറിവ് അശോകിനോടുള്ള അവളുടെ ദേഷ്യം മാറ്റി പകരം സ്നേഹവും കരുണയും നിറച്ചു.
ആശ വളരെ കൂളായ ഒരു വ്യക്തിയായിരുന്നു. അവൾ തന്റെ വിഷമങ്ങൾ പുറത്തു കാണിക്കാതെ തമാശകളിലൂടെയും വികൃതികളിലൂടെയും അശോകിനെ നേരിട്ടു. അശോകിന്റെ ഗൗരവം മാറ്റാൻ അവൾ പല കുസൃതികളും കാണിച്ചു. തനിക്കിപ്പോഴും അവനോട് സ്നേഹമാണെന്നും അത് ഒരിക്കലും മാറില്ലെന്നും അവൾ അവനോട് തന്നെ തുറന്നു പറഞ്ഞു. അശോകിന്റെ കടുത്ത വാക്കുകളെ അവൾ തന്റെ മനോഹരമായ പുഞ്ചിരി കൊണ്ട് നേരിട്ടു. ആശ അശോകിനെ സ്നേഹിക്കുന്ന കാര്യം തുറന്നു പറയുമ്പോൾ ആദ്യം അവൻ അത് പുച്ഛിച്ചു തള്ളി. സ്നേഹം വെറും തട്ടിപ്പാണെന്നും അവളോട് തനിക്ക് വെറുപ്പ് മാത്രമാണുള്ളതെന്നും അവൻ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ആശ തളർന്നില്ല. നിനക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ അത് സമ്മതിക്കാൻ നിനക്ക് പേടിയാണ് എന്ന് അവൾ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അശോകിന്റെ ജീവിതത്തിലെ നിശബ്ദതയെ അവൾ തന്റെ സംസാരം കൊണ്ടില്ലാതാക്കി. പതുക്കെ പതുക്കെ അശോകിന്റെ ഉള്ളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആശയുടെ നിഷ്കളങ്കതയും അവൾ കാണിക്കുന്ന വികൃതികളും അശോകിനെ സ്വാധീനിച്ചു തുടങ്ങി. ഓഫീസിലും വീട്ടിലും അവൾ വരുത്തുന്ന ഓരോ മാറ്റങ്ങളും അയാൾ അറിയാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ അടുത്തില്ലാത്തപ്പോൾ അയാൾക്ക് എന്തോ ഒരു കുറവ് അനുഭവപ്പെട്ടു. പകയുടെ സ്ഥാനത്ത് പതിയെ പ്രണയം മുട്ടിടുന്നത് അശോക് ഭയത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. ആശയുടെ കുസൃതികൾ പലപ്പോഴും അശോകിനെ ചിരിപ്പിച്ചു. ഗൗരവക്കാരനായ ആ അഗ്നിഹോത്രിയുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ ആശയ്ക്ക് കഴിഞ്ഞു. എന്നിട്ടും തന്റെ ഈഗോ കാരണം അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ അശോക് മടിച്ചു നിന്നു. തന്റെ ബലഹീനത അവൾ തിരിച്ചറിയുമോ എന്നായിരുന്നു അയാളുടെ ഭയം. പക്ഷെ ആശയ്ക്ക് അശോകിന്റെ മനസ്സ് നന്നായി അറിയാമായിരുന്നു. അശോകിനെ കൊണ്ട് ആ 3 വാക്കുകൾ പറയിപ്പിക്കാൻ ആശ പല തന്ത്രങ്ങളും പയറ്റി. അവനെ പ്രകോപിപ്പിച്ചും അവനോട് പിണങ്ങിയുമൊക്കെ അവൾ അവനെ പരീക്ഷിച്ചു. അശോക് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് 100% ഉറപ്പായിരുന്നു. അശോകിന്റെ നോട്ടത്തിലും പ്രവൃത്തികളിലും ആ കരുതൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവന്റെ നാവിലൂടെ പുറത്തു വരണമെന്ന് അവൾ വാശി പിടിച്ചു. ഈ പ്രണയനാടകം വളരെ മനോഹരമായിട്ടാണ് സീരിയലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അശോക് ആശയെ സംരക്ഷിക്കാൻ തുടങ്ങുന്നതും അവൾക്കൊരു ആപത്ത് വരുമ്പോൾ അയാൾ പ്രാണവേദനയോടെ ഓടിയെത്തുന്നതും പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചു. ഓരോ നിമിഷവും അയാൾ അവളിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. തന്റെ പ്രതികാരമൊക്കെ എവിടെയോ വഴിമാറിപ്പോയെന്ന് അശോക് വൈകി തിരിച്ചറിഞ്ഞു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അശോകിന് തന്റെ വികാരങ്ങൾ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ആശയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന് കരുതിയ നിമിഷം അയാൾ തന്റെ എല്ലാ അഹങ്കാരവും വെടിഞ്ഞ് അവളോട് ഇഷ്ടമാണെന്ന് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം അവർക്കിടയിലെ എല്ലാ മതിലുകളും തകർന്നു വീണു. അശോകിന്റെ ആ തുറന്നു പറച്ചിൽ കേട്ട് ആശയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ സ്നേഹം വിജയിച്ച നിമിഷമായിരുന്നു അത്. അശോക് തന്റെ പ്രണയം സമ്മതിച്ചതോടെ കഥയുടെ ഗതി മാറി. അതുവരെ വെറുപ്പും കലഹവും മാത്രമുണ്ടായിരുന്ന ആ ബന്ധം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയമായി മാറി. അശോക് ആശയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും തെളിയിച്ചു. അശോകിന്റെ ഗൗരവവും ആശയുടെ ചടുലതയും ചേർന്നപ്പോൾ ആ ജോഡിക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. അശോകിന്റെ മാറ്റം അഞ്ജലി അഗ്നിഹോത്രിയെയും സന്തോഷിപ്പിച്ചു. തന്റെ മകനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആശയെ അവർ ഒരു മകളായി കണ്ടു. സ്നേഹം കൊണ്ട് ഒരാളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും പൂർണ്ണമായും മാറ്റിയെടുക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അശോക് ആശ പ്രണയം. അവരുടെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. തുടക്കത്തിൽ പ്രതികാരം വീട്ടാൻ വിവാഹം കഴിച്ച അശോക് ഒടുവിൽ ആശയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. പ്രണയത്തിനു മുന്നിൽ ലോകത്തിലെ ഏറ്റവും കടുത്ത മനസ്സും അലിയുമെന്ന് അശോക് തെളിയിച്ചു. ആശയുടെ ക്ഷമയും നിശ്ചയദാർഢ്യവുമാണ് ആ ബന്ധത്തെ തകരാതെ കാത്തുസൂക്ഷിച്ചത്. വിവാഹരാത്രിയിൽ കരഞ്ഞ ആ പെൺകുട്ടി പിന്നീട് ആ കുടുംബത്തിന്റെ വിളക്കായി മാറി. ഈ പ്രണയകഥയിലെ ഓരോ ഘട്ടവും വളരെ വൈകാരികമാണ്. വെറുപ്പിൽ നിന്ന് തുടങ്ങിയ യാത്ര സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അവസാനിക്കുന്നു. അശോകിന്റെ അഹങ്കാരത്തെ ആശ തന്റെ നിഷ്കളങ്കത കൊണ്ട് തോൽപ്പിച്ചു. വിവാഹശേഷം അഗ്നിഹോത്രി നിവാസിലെത്തിയ ആശയ്ക്ക് അവിടെയുള്ള നിയമങ്ങൾ വലിയൊരു ആഘാതമായിരുന്നു. ഒരു തടവറയ്ക്ക് സമാനമായ ആ വീട്ടിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശവുമില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. നിരഞ്ജൻ അഗ്നിഹോത്രി അഞ്ജലിയെ മാനസികമായി പീഡിപ്പിക്കുന്നത് ആശ നേരിട്ട് കാണുന്നതോടെ അവൾ ആ വീട്ടിലെ വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. അഞ്ജലിക്ക് അർഹമായ ബഹുമാനം നേടിക്കൊടുക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ അവൾ അവിടെ തുടരുന്നു. ഈ സമയത്താണ് അശോകിന്റെ സഹോദരി ജ്യോതിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വെളിച്ചത്താകുന്നത്. ജ്യോതിയുടെ ഭർത്താവ് അഭയ് അവളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവനാണ്. നിരഞ്ജൻ അഗ്നിഹോത്രി മകളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിച്ച് അവളെ ആ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആശ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ജ്യോതിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നിരഞ്ജന്റെ അധികാരത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു. നിരഞ്ജൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അശോകിനെയും ആശയും തമ്മിൽ അകറ്റാൻ പല തന്ത്രങ്ങളും മെനയുന്നു. എന്നാൽ അശോക് പതുക്കെ അച്ഛന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ തുടങ്ങുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകയായി കണ്ടിരുന്ന അച്ഛൻ ഒരു ചതിയനാണെന്നറിഞ്ഞതോടെ അശോക് തകർന്നുപോയി. അമ്മയെ അച്ഛൻ എത്രത്തോളം പീഡിപ്പിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അശോക് അച്ഛനെതിരെ സംസാരിക്കാൻ തയ്യാറാകുന്നു. അഗ്നിഹോത്രി കുടുംബത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അശോകും ആശയും ആ വീട് വിട്ട് ഇറങ്ങുന്നതാണ് കഥയിലെ മറ്റൊരു നിർണായക രംഗം.
വെറും കൈയോടെ ഇറങ്ങിയ അവർ ഒരു കൊച്ചു വീട്ടിൽ താമസമാക്കുന്നു. വലിയ ബിസിനസ്സുകാരനായിരുന്ന അശോക് ഒരു സാധാരണ ജോലിക്കാരനായി മാറുന്നു. ആ ദാരിദ്ര്യത്തിലും അവർക്കിടയിലുള്ള പ്രണയം പൂത്തുലയുകയായിരുന്നു. പണത്തേക്കാൾ വില സ്നേഹത്തിനാണെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ കാലയളവിൽ നിരഞ്ജൻ അഗ്നിഹോത്രിയെ തന്റെ പാപങ്ങൾ വേട്ടയാടാൻ തുടങ്ങുന്നു. തന്റെ തെറ്റുകൾ മറയ്ക്കാൻ അദ്ദേഹം വീണ്ടും പുതിയ ചതികൾ ചെയ്യുന്നു. എന്നാൽ തന്റെ മകൻ ശത്രുവായി മാറിയത് നിരഞ്ജനെ മാനസികമായി തളർത്തി. അശോകും ആശയും വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നിരഞ്ജനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സ്വപ്ന എന്ന വേഷത്തിൽ ആശ നിരഞ്ജന്റെ ഓഫീസിലെത്തുന്നതും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഓരോന്നായി പൊളിക്കുന്നതും വലിയ സസ്പെൻസ് ആയിരുന്നു. കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് ഒരു അപകടത്തിൽ അശോകും ആശയും വേർപിരിയുന്നതോടെയാണ്. ആശ മരിച്ചുവെന്ന് കരുതിയ അശോക് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞുതിരിയുന്നു. അഞ്ജലി അഗ്നിഹോത്രി മകന്റെ അവസ്ഥ കണ്ട് തകരുന്നു. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചിട്ടില്ലെന്ന ഉറച്ച വിശ്വാസം അശോകിനെ മുന്നോട്ട് നയിച്ചു. മാസങ്ങൾക്ക് ശേഷം ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആശയെ അശോക് കണ്ടെത്തുന്നു. ആശയെ തിരിച്ചറിയാൻ അശോക് ഒരുപാട് കഷ്ടപ്പെടുന്നു. അഹല്യ എന്ന സ്ത്രീയുടെ വീട്ടിലായിരുന്നു അന്ന് ആശയുണ്ടായിരുന്നത്. ആശയുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ അശോക് പഴയ കാര്യങ്ങൾ ഓരോന്നായി പുനരാവിഷ്കരിക്കുന്നു. തന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ആശയുടെ ഓർമ്മകൾ അവൻ തിരിച്ചുപിടിക്കുന്നു. ഇരുവരും ഒന്നിക്കുമ്പോൾ അഗ്നിഹോത്രി കുടുംബത്തിലേക്ക് പഴയ സന്തോഷം തിരിച്ചുവരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. താൻ പടുത്തുയർത്തിയ അധികാരത്തിന്റെ സാമ്രാജ്യം ഓരോന്നായി തകരുന്നത് കണ്ട നിരഞ്ജൻ അഗ്നിഹോത്രിയുടെ മാനസികാവസ്ഥ വളരെ ദയനീയമായിരുന്നു. തന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുകയും സ്വന്തം മകനായ അശോക് പോലും തനിക്കെതിരെ തിരിയുകയും ചെയ്തതോടെ നിരഞ്ജൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇന്ദ്രജിത്ത് സർക്കാർ തന്റെ സ്വത്തുക്കളും വീടും തട്ടിയെടുത്തപ്പോൾ അധികാരമില്ലാത്ത നിരഞ്ജൻ വെറുമൊരു സാധാരണക്കാരനായി മാറി. ആ പതനമാണ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു തുടങ്ങിയത്. അഹങ്കാരം കൊണ്ട് താൻ ചവിട്ടിമെതിച്ച അഞ്ജലിയുടെ സ്നേഹവും മക്കളുടെ ബഹുമാനവും എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി പണത്തെക്കാളും പ്രതാപത്തെക്കാളും വലുത് സ്വന്തം കുടുംബമാണെന്ന സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നീറുന്ന വേദനയായി മാറി. പശ്ചാത്താപത്തിന്റെ അഗ്നിയിൽ വെന്തുരുകിയ നിരഞ്ജൻ തന്റെ തെറ്റുകൾ ഏറ്റുപറയാൻ അശോകിന്റെയും ആശയുടെയും മുന്നിലെത്തുന്നത് വളരെ വികാരനിർഭരമായ കാഴ്ചയായിരുന്നു. എന്നും തലയുയർത്തി നിന്നിരുന്ന നിരഞ്ജൻ തന്റെ മക്കളുടെ മുൻപിൽ കൈകൂപ്പി കരയുന്നത് ആർക്കും വിശ്വസിക്കാനായില്ല. താൻ അഞ്ജലിയോട് ചെയ്ത ക്രൂരതകൾക്കും മക്കളെ സ്നേഹിക്കാൻ അറിയാതെ പോയതിനും അദ്ദേഹം മാപ്പിരുന്നു. ആ സമയം അദ്ദേഹം ഒരു വില്ലനായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവം അച്ഛനായിരുന്നു. നിരഞ്ജന്റെ വാക്കുകളിലെ സത്യസന്ധത അശോകിന്റെ കടുത്ത മനസ്സിനെ അലിയിച്ചു. തന്റെ അച്ഛൻ ഹൃദയം കൊണ്ട് മാറിയെന്ന് തിരിച്ചറിഞ്ഞ അശോക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. സ്നേഹത്തിനു മുൻപിൽ ഏതൊരു കഠിന ഹൃദയവും അലിയുമെന്ന് ആ നിമിഷം തെളിയിച്ചു. നിരഞ്ജൻ അഗ്നിഹോത്രി തിരികെ വന്നതോടെ അഗ്നിഹോത്രി നിവാസിൽ പഴയ സന്തോഷം വീണ്ടും വിരിഞ്ഞു. അഞ്ജലി അഗ്നിഹോത്രിയുടെ അഭാവം എല്ലാവരെയും സങ്കടപ്പെടുത്തിയെങ്കിലും അവൾ ആഗ്രഹിച്ചതുപോലെ തന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായി മാറിയത് കാണാൻ അവൾ ആത്മീയമായി അവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും വിശ്വസിച്ചു. കഥ അതിന്റെ ഏറ്റവും സങ്കടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നത് അഞ്ജലി അഗ്നിഹോത്രിയുടെ അപ്രതീക്ഷിത മരണത്തോടെയാണ്. നിരഞ്ജൻ അഗ്നിഹോത്രിയുടെ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയ അഞ്ജലി തന്റെ മക്കളുടെയും മരുമകളുടെയും സന്തോഷത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഒരു അപകടത്തിന്റെ രൂപത്തിൽ മരണം അവളെ തേടിയെത്തുന്നു. അഗ്നിഹോത്രി നിവാസിലെ സ്നേഹത്തിന്റെ തണലായിരുന്ന അഞ്ജലിയുടെ വിയോഗം അശോകിനെയും ആശയെയും തളർത്തിക്കളയുന്നു. തന്റെ അമ്മയ്ക്ക് അർഹമായ സന്തോഷം നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന അശോകിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഈ മരണം അഗ്നിഹോത്രി കുടുംബത്തിലെ ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. എന്നാൽ ആശ തന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാനായി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു. അഞ്ജലിയുടെ മരണശേഷം അഗ്നിഹോത്രി കുടുംബത്തിന്റെ സർവനാശം ലക്ഷ്യമിട്ടാണ് ഇന്ദ്രജിത്ത് സർക്കാർ എന്ന വില്ലൻ കടന്നുവരുന്നത്. വെറുമൊരു ബിസിനസ് ശത്രു എന്നതിലുപരി അഗ്നിഹോത്രി കുടുംബത്തിന്റെ സ്വത്തുക്കളും അന്തസ്സും തകർക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അധികാരവും പണവും ഉപയോഗിച്ച് അയാൾ അഗ്നിഹോത്രി നിവാസ് കൈക്കലാക്കുന്നു. എന്നാൽ ഇന്ദ്രജിത്തിന്റെ ഏറ്റവും ക്രൂരമായ നീക്കം ആശയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അശോകിനെ മാനസികമായി തകർക്കാൻ വേണ്ടി ആശയെ തന്റെ തടവിലാക്കാൻ അയാൾ ശ്രമിക്കുന്നു. ഈ ഘട്ടത്തിൽ കഥ ഒരു വലിയ യുദ്ധമായി മാറുന്നു. തന്റെ പ്രിയപ്പെട്ടവളെയും കുടുംബത്തിന്റെ അഭിമാനവും സംരക്ഷിക്കാൻ അശോക് നടത്തുന്ന പോരാട്ടം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കുന്നതായിരുന്നു. ഇന്ദ്രജിത്ത് സർക്കാരിന്റെ തന്ത്രങ്ങളെ ഓരോന്നായി അശോക് തന്റെ ബുദ്ധിശക്തി കൊണ്ട് നേരിടുന്നു. താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അശോക് എത്രത്തോളം അപകടം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് ഈ ഭാഗം കാണിച്ചു തരുന്നു. ആശയും അശോകും തമ്മിലുള്ള ആത്മബന്ധം തകർക്കാൻ ഇന്ദ്രജിത്തിന് കഴിയില്ലെന്ന് അയാൾ വൈകാതെ തിരിച്ചറിയുന്നു. ഒടുവിൽ നിയമത്തിന് മുന്നിലും അശോകിന്റെ കരുത്തിനു മുന്നിലും ഇന്ദ്രജിത്ത് പരാജയപ്പെടുന്നു. തന്റെ കുടുംബത്തിന്റെ സ്വത്തും അധികാരവും അശോക് തിരിച്ചുപിടിക്കുന്നു. ഇന്ദ്രജിത്തിന്റെ പതനം അഗ്നിഹോത്രി കുടുംബത്തിന്റെ തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു. പരമ്പരയുടെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞതും മനോഹരവുമായ ഭാഗം അതിന്റെ ക്ലൈമാക്സ് ആണ്.
അശോകും ആശയും തങ്ങൾ നേരിട്ട എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും മറന്ന് വീണ്ടും ഒന്നിക്കാൻ തീരുമാനിക്കുന്നു. പ്രണയത്തിന്റെ എല്ലാ പവിത്രതയോടും കൂടി അവരുടെ പുനർവിവാഹം നടക്കുന്നു. പഴയ എല്ലാ കൈപ്പേറിയ ഓർമ്മകളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് പരസ്പരം സ്നേഹിക്കുമെന്നും സംരക്ഷിക്കുമെന്നും അവർ വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്നു. ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അശോകിന്റെ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയവും ആശയുടെ മുഖത്തെ സംതൃപ്തിയും പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. അഗ്നിഹോത്രി കുടുംബത്തിലെ ഓരോ അംഗവും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. വിവാഹശേഷം അശോകും ആശയും അഗ്നിഹോത്രി നിവാസിന്റെ പടിവാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ ആ വീട് പഴയ പ്രതാപത്തോടെ അവരെ സ്വീകരിക്കുന്നു. നിരഞ്ജൻ അഗ്നിഹോത്രി തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നതും മക്കളുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്നതും കഥയ്ക്ക് ഒരു പൂർണ്ണത നൽകുന്നു. വിദ്വേഷത്തിൽ തുടങ്ങി പകയിലൂടെ വളർന്ന് ഒടുവിൽ മരണത്തെപ്പോലും തോൽപ്പിച്ച ആ വലിയ പ്രണയത്തിനു മുന്നിൽ പ്രേക്ഷകർ കൈയടിക്കുന്നു. മൗനം സമ്മതം 2 എന്ന ഈ യാത്ര അവസാനിക്കുമ്പോൾ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന സന്ദേശം നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നു. അശോകിന്റെയും ആശയുടെയും ഈ സുന്ദരമായ പ്രണയകഥ മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു. അശോകിന്റെ ഗൗരവവും ആശയുടെ വികൃതികളും നിരഞ്ജന്റെ ഗൂഢതന്ത്രങ്ങളും അഞ്ജലിയുടെ കണ്ണീരും എല്ലാം ചേർന്ന ഈ പരമ്പര ഇന്നും മലയാളികൾ ആവേശത്തോടെ ചർച്ച ചെയ്യുന്നു. ഈ കഥയുടെ ഓരോ ഭാഗവും ഒരു പാഠമാണ്. സ്നേഹിക്കാൻ പഠിച്ചാൽ ഏതൊരു കല്ലായ ഹൃദയത്തെയും അലിയിക്കാൻ കഴിയുമെന്ന് അശോകും ആശയും നമുക്ക് കാണിച്ചു തന്നു. മൗനം സമ്മതം 2 എന്നും നമ്മുടെ പ്രിയപ്പെട്ട കഥയായി അവശേഷിക്കും. സോ ഫ്രണ്ട്സ്, അശോകിന്റെയും ആശയുടെയും ഈ എപ്പിക് സ്റ്റോറി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അഗ്നിഹോത്രി കുടുംബത്തിലെ നിങ്ങളുടെ ഫേവറിറ്റ് ക്യാരക്ടർ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ സീരിയൽ അപ്ഡേറ്റുകൾക്കായി അശ്ലോക് യൂണിവേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.